സ്ഥിരം നിരോധിത ലഹരി വസ്തുക്കളുടെ വിൽപ്പന നിയമ നടപടി സ്വീകരിച്ചിട്ടും ഈ കുറ്റകൃത്യം തുടർന്നു. ഒടുവിൽ പോലീസിന്റെ ആവശ്യപ്രകാരം പഞ്ചായത്തിന്റെ സഹായത്തോടെ അനധികൃത കട അങ്ങനെ പൊളിച്ചു നീക്കി. ഇടുക്കി പൂപ്പാറയിലാണ് ഈ സംഭവം നടന്നത്. ആദ്യമായിട്ടാണ് സംസ്ഥാനത്ത് ലഹരി വിൽപ്പനയ്ക്കെതിരെ ഇങ്ങനെയൊരു നടപടി ഉണ്ടാവുന്നത്. മുടക്കുട വീട്ടിൽ ഈശ്വരൻ എന്നയാൾ പൂപ്പാറയിൽ സർക്കാർ ഭൂമി കയ്യേറിയാണ് കട സ്ഥാപിച്ചത്. അമിത ലാഭം ആഗ്രഹിച്ച് നിരോധിത ലഹരി വസ്തുക്കൾ അടക്കം ഇവിടെ വിറ്റു. 5 തവണയാണ് ശാന്തൻപാറ പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തത്. എന്നിട്ടും ലഹരി കച്ചവടം നിർത്താൻ ഇയാൾ കൂട്ടാക്കിയില്ല. ഇതോടെ കട സ്വമേധയാ പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് ഇയാൾക്ക് നോട്ടീസ് നൽകി. ഈശ്വരൻ ഈ നോട്ടീസ് ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങുകയാണ് ചെയ്തത്. കോടതി ഇവർക്കുടെ കേസ് പരിഗണിക്കാതെ തള്ളുകയാണ് ചെയ്തത്. ഡിസ്മിസ് ആക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവർക്ക് യാതൊരു രേഖകളും ഇല്ലാതെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിത് പഞ്ചായത്ത് കോടതി വിധി അനുസരിച്ച് നമ്മൾ നടപടികൾ ചെയ്യുന്നു എന്നേ ഉള്ളൂ. എൻ്റെ ഉപജീവനമാർഗ്ഗമായിരുന്നു അത്. ലാസ്റ്റ് ഇത് ഇന്ന് 1 മണിക്ക് മാറ്റണമെന്നും പറഞ്ഞ് 1 മണിക്കൂർ മുമ്പൊന്ന് നോട്ടീസ് തന്നിട്ട് പെട്ടെന്ന് പൊളിച്ചു മാറ്റണമെന്നും പറഞ്ഞ് വന്ന് പൊളിച്ചുകൊണ്ടിരിക്കുക. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി വന്നതോടെ പഞ്ചായത്തിന്റെ സഹായത്തോടെ പോലീസ് JCB ഉപയോഗിച്ച് ഈ കട നീക്കം ചെയ്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇത്തരം നടപടികൾ തുടരുമെന്ന് പോലീസ് വ്യക്തമാക്കി. അനധികൃതമായി സ്ഥാപിച്ച കടയാണെങ്കിൽ അത് നീക്കം ചെയ്യും. അല്ലാത്തവ നിയമ നടപടിക്കൊപ്പം ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള നടപടികളും നേരിടേണ്ടി വരും. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.